ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുതലും പരിപാലനവും അനുഭവിക്കാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. ഒരുപക്ഷെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാത്ത ആളാണെങ്കിൽ പോലും അവരെയും ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നതും എല്ലാ നന്മകൾ കൊണ്ടും അവർക്ക് സഹായം നൽകുന്നതും ദൈവം തന്നെയാണ്. ദൈവിക പരിപാലനത്തിൻ്റെ വിവിധ വശങ്ങൾ ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനൊക്കെ ഒത്തിരി അപ്പുറത്താണ്. ഒരുപക്ഷെ അനുദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും കാണുന്നതും മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് നമുക്കിതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ദൈവിക പരിപാലനത്തെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 32 അധ്യായം 10 വാക്യം വായിക്കട്ടെ. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്നേഹിതൻ, രണ്ടുപേരും ദൈവവിശ്വാസികൾ തന്നെയാണ്. ഈ പ്രശ്നത്തിലായിരിക്കുന്ന ഈ സുഹൃത്തിനോട് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുമ്പോൾ ആരുടെയെങ്കിലും ആശ്വാസവചനങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പലരും അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ആശ്വാസവാക്കുകളും ഉപദേശങ്ങളും ഒന്നും ശ്രദ്ധിക്കാനേ പോവുകയില്ല. അവർക്കപ്പോൾ വേണ്ടത് ഉപദേശമല്ല, പ്രശ്നപരിഹാരമാണ്. ദൈവിക പദ്ധതികളെക്കുറിച്ചും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. കുറേയൊക്കെ ഈ സ്നേഹിതൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. വർത്തമാനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ താൻ ഇങ്ങനെ കൂടി പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു പട്ടിക തയ്യാറാക്കാമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. തിരുവചനത്തിൽ ഞാനൊന്ന് ഓടിച്ചു നോക്കി ഏതെല്ലാം നിലകളിലാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതുമെന്ന്. എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ നിന്നോട് മനസ്സിലാക്കി തരാം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള സ്നേഹിതന്മാരാണ്. അങ്ങനെ സംബോധന ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. നമ്മളൊക്കെ സഹോദര എന്നൊക്കെ വിളിച്ച് മാത്രമേ സംബോധന ചെയ്യുള്ളൂ. ഒരുപക്ഷെ ഈ സഹോദര എന്നുള്ളത് വിളി മാത്രമേ ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ചിലരെങ്കിലും അങ്ങനെ അല്ലായിരിക്കാം, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. എങ്കിലും സഹോദര വിളി മാത്രം കൊണ്ട് യാതൊരു കാര്യമില്ല. സഹോദരനെ പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദര വിളിക്ക് യാതൊരു പ്രസക്തിയുമില്ല. പ്രിയപ്പെട്ടവരെ, തുടർന്നാണ് നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ദൈവം നമ്മളെ കൺമണി പോലെ പരിപാലിക്കുന്നു എന്നത്, അല്ലെങ്കിൽ കൺമണിയെ പരിപാലിക്കുന്നത് പോലെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ തുടർന്നു, കൺപോളകളാണ് നമ്മുടെ ദൈവം. വാസ്തവത്തിൽ ആ വാക്കുകളൊക്കെ സ്നേഹിതൻ അല്പം ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ട് താൻ ഇങ്ങനെ ചോദിച്ചതൊന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാമോ? നമ്മുടെയൊക്കെ കൺമണി അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി അത് പരിപാലിക്കപ്പെടുന്നത് കൺപോളകൾ കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. കൺപോളകൾ ഒരുപക്ഷെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കണ്ണുകൾ സംരക്ഷിക്കപ്പെടുവാൻ വേറെന്ത് ചെയ്യുമായിരുന്നു നമ്മൾ? പോളകൾ നമ്മുടെ കണ്ണിൽ നിന്ന് പൊടിയെയും അഴുക്കിനെയും ഒക്കെ അകറ്റാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അകറ്റാൻ സാധിക്കുന്നു, ഉപകരിക്കുന്നു. കണ്ണിനകത്തേക്ക് വിയർപ്പ് കടക്കാതെ സൂക്ഷിക്കുന്നു. കണ്ണുകളെ എപ്പോഴും നനവുള്ളതാക്കി സൂക്ഷിക്കുന്നു, ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുന്നു. ഇതൊക്കെ കൺപോളകൾ ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മൾ അത്രയൊന്നും ശ്രദ്ധിച്ചു കാണത്തില്ല. 14,400 പ്രാവശ്യം മുതൽ 21,600 പ്രാവശ്യം വരെ ഒരു ദിവസം ഒരാൾ കണ്ണ് ചിമ്മുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രാവശ്യം കണ്ണ് ചിമ്മുന്നതിൻ്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 100 മുതൽ 400 വരെ മില്ലി സെക്കൻഡാണ്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഇങ്ങനെയുള്ള ടൈം ലിമിറ്റേഷനുകളിൽ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ? കൺപോള എന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ ഒരു ചിത്രം സ്നേഹിതൻ്റെ ഉള്ളിൽ പതിഞ്ഞു എന്നതിന് ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം ആ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിറഞ്ഞ കണ്ണുകൾ തനിക്ക് ദൃശ്യമായി. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും കരുതലും മനസ്സിലാക്കിയാൽ ആരുടെ കണ്ണുകളാണ് നനയാതിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ആ വിഷയമോർത്ത്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു.
നമ്മുടെ അനുദിന ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെ യാത്രകൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, അല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ എത്രയോ അപകടങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം നമ്മൾ അനുഭവിച്ചില്ലേ? 91 സങ്കീർത്തനം 10-11 വാക്യങ്ങൾ വായിക്കുന്നത് പോലെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തുടർന്നും ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് അങ്ങയുടെ കരുതൽ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.